Good morning. Good morning, Miss. Good morning. Morning. Good morning, ma'am. Good morning, ma'am. നമ്മുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ കാണുന്നത്. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവരും ചായയൊക്കെ കുടിച്ചു എല്ലാവരും. Good morning, ma'am. Morning, ma'am. ഗുഡ് മോർണിംഗ് കേട്ടോ. ശരി. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങള്? പുതിയൊരു കോഴ്സിൽ ജോയിൻ ചെയ്തല്ലേ? അതെ. വളരെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. Yes, ma'am. എല്ലാവരും ഇവിടെ അടുത്തുള്ളവരൊക്കെയാണോ അതോ ഒരുപാട് ദൂരെ നിന്നുള്ളവരൊക്കെയാണോ? ഞാൻ കൊച്ചിയാണ് മിസ്. ഞാൻ പാലക്കാടാണ് മിസ്. പാലക്കാട്. ഞാൻ ട്രിവാൻഡ്രമാണ്. എവിടെയാണ്? പത്തനംതിട്ട. തൃശ്ശൂർ. തൃശ്ശൂര് തൃശ്ശൂർ തന്നെയാണ്. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മൾക്ക് 1 മണിക്കൂറാണ് ഓരോ മിസ്സുമാരുടെയും സെഷൻ വരുന്നത്. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് എല്ലാം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ശ്രദ്ധിച്ച് കേൾക്കണേ. 1 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സിന്റെ സെഷൻ വരുന്നത് കേട്ടോ, ഓരോ മിസ്സുമാരുടെ. അപ്പൊ നമ്മള് ഇന്നിപ്പോ നേരത്തെ ക്ലാസ് ആണെങ്കിൽ 10:30 തൊട്ട് 11:30 വരെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓൺ മ്യൂട്ട് ചെയ്യും കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മള് ക്ലാസ് എടുക്കുക. അറിയാലോ, നമുക്ക് നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല, എനിക്കും വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ മ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5 മിനിറ്റ്സ് മുമ്പായിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരം ചോദിക്കാം. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവരും? Yes, ശരി ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ മൊഡ്യൂൾ 1-നകത്ത് ചാപ്റ്റർ നമ്പർ 4ഉം 5ഉം ആണ് എടുക്കുന്നത്. 4ഉം 5ഉം ചാപ്റ്റേഴ്സ് ആണ്. 4ാമത്തെ ചാപ്റ്റർ ആണ് ഇത് നമ്മൾ തുടങ്ങുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. 5ാമത്തെ ചാപ്റ്ററിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ആ 2 ചാപ്റ്ററുകളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് ആഴ്ചയിൽ 2 അവർ മാത്രമേ വരുന്നുള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എടുക്കുന്ന മിസ്സുമാരുടെ ആ ഒരു പേരുണ്ടല്ലോ, അത് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന്റെ മുകളിൽ എഴുതി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ടോ കേട്ടോ. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. ഓക്കെ, ശരി ശരി. ഒന്ന് ഓൺ മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, 1 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സിന്റെ സെഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഓൾ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എപ്പോഴും എടുക്കുക. പിന്നെ ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5 മിനിറ്റ്സ് മുമ്പായിട്ട് അൺമ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ ചോദിക്കാം കേട്ടോ. നേരം ചോദിക്കാൻ നമുക്ക് അന്നേരത്തെ അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ശരി, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി കേട്ടോ. ഓക്കെ, അപ്പോ എടുക്കുന്ന മിസ്സുമാരുടെ പേര് നിങ്ങൾ ആ ചാപ്റ്ററിന്റെ മുകളിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് എടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മനസ്സിലാവാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. കാര്യം പല ആൾക്കാരാണ് ചിലപ്പോ കുറെ കാലത്തെ ഗ്യാപ്പിനൊക്കെ ശേഷം വന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ കൂടുതൽ ഈ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ അവർക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലെ നമ്മുടെ ക്ലാസ്സിൽ. അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. എല്ലാവരും അതുമായിട്ട് സഹകരിക്കാം. നമ്മുടെ ക്ലാസ് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് മൊഡ്യൂൾ നമ്പർ 1-ലെ 4th-ഉം 5th-ഉം ചാപ്റ്റർ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററുമാണ് ഞാൻ എടുക്കുന്നത്. ആഴ്ചയിൽ എനിക്ക് 2 അവറാണ് വരുന്നത് നിങ്ങൾക്ക്. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം കേട്ടോ. ഇപ്പൊ നമ്മള് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ മൊഡ്യൂൾ 1-നകത്താണ്. ചാപ്റ്റർ നമ്പർ 4, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. എന്റെ പേര് അൽഫോൺസ വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. ഓക്കെ, ശരി.
അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 4 സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പാവം പിടിച്ചൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഹോസ്പിറ്റലുകളെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ചില ഘടകങ്ങളെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് തരംതിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം, എന്തെല്ലാം ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രയായി തരംതിരിക്കാം, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് നമുക്കുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പറയുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് തുടങ്ങാം. Classification of hospitals. There are different types of hospital and each type has its own characteristics, strength and limitations. ശരിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ചെറിയ ഹോസ്പിറ്റൽ തൊട്ട് വലിയ ഹോസ്പിറ്റലുകൾ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓരോ ഹോസ്പിറ്റൽ എടുക്കുമ്പോഴും അതിന് അതിൻ്റെതായ ചില എന്തുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ, ചില പരിമിതികളുണ്ട്, അതുപോലെ സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ എന്താണ് അതിൻ്റെതായ ചില പ്രത്യേകതകളും ഉണ്ട്. Owing to the variation in types, it is necessary to classify to understand its type. അപ്പൊ നമുക്ക് ഓരോ തരവും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം അല്ലെ. നമ്മൾ കൃത്യമായിട്ട് തരം തിരിച്ചുകൊണ്ട് വേണം ഓരോന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ്? ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓഫ് ദ ഫോളോയിങ് ബേസിസ്. നമുക്ക് ഹോസ്പിറ്റലിനെ എന്തെല്ലാം ഫാക്ടേഴ്സിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. 6 ഫാക്ടേഴ്സും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണ് 6 ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് സൈസ്. എന്താണ്? സൈസ് അല്ലെ, വലിപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കെട്ടിടത്തിന്റെ വലിപ്പം അതൊന്നും അല്ലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, വേറൊരു കാര്യമാണ്. നമ്മൾ അതിലോട്ട് വരും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് സൈസ്, വലിപ്പം. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? എന്താണ് ശബന? മൊഡ്യൂൾ നമ്പർ 1 ആണ് കേട്ടോ. മൊഡ്യൂൾ നമ്പർ 1 അതിലെ 4th ചാപ്റ്റർ. അപ്പൊ സൈസ് അല്ലെ, ഒന്നാമത്തെ വലിപ്പമാണ്. രണ്ടാമത്തെ എന്താണ്? ലെവൽ ഓഫ് കെയർ. എന്താണ് ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ? എന്താണ്? പരിചരണത്തിന്റെ നിലവാരം അല്ലെ, എത്രത്തോളം സ്റ്റാൻഡേർഡിൽ നമുക്ക് ആ ഒരു കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പരിചരണത്തിന്റെ നിലവാരത്തിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, ലെവൽ ഓഫ് കെയർ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്? എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല്? അതായത് ഓരോ ഹോസ്പിറ്റലും, ശ്രദ്ധിക്കാട്ടോ, ഓരോ ഹോസ്പിറ്റലും ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ടായിരിക്കും അല്ലെ, ചില സ്പെഷ്യൽ പരിചരണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാൻ, ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അവർ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെയായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഓങ്കോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസിനായിരിക്കും കൂടുതൽ അവർ എന്ത് കൊടുക്കുന്നുണ്ടാവുക? കെയർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ പേരിലും വ്യത്യാസം വരും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ അഥവാ ഒരു സ്പെഷ്യലൈസ്ഡ് പരിചരണം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, പിന്നെ വരുന്ന പോയിന്റ് എന്താണ്? 4th വൺ എന്താണ്? ഓണർഷിപ്പ് അല്ലെ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥാവകാശം അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. അവിടെ എന്താണ്? ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ, ആ ഒരു ഉടമസ്ഥാവകാശത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതൊരു ഫാക്ടർ ആണ് കേട്ടോ, ഓണർഷിപ്പ്. അടുത്ത പോയിന്റ് എന്താണ്? 5th പോയിന്റ് എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ. ആണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രീതി. അതും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അലോപ്പതി മരുന്നുകളുണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് എന്താണ് ചികിത്സാ രീതികളുണ്ട് അല്ലെ, വൈദ്യശാസ്ത്ര രീതികളുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ.
എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ്? പേഷ്യന്റിന്റെ കേട്ടോ. ആരുടെയാണ്? പേഷ്യന്റിന്റെ ആണ്, രോഗിയുടെ. കാര്യം അവരുടെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവര് എത്ര നാൾ ഒരു ഹോസ്പിറ്റലിൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞത് 6 ഫാക്ടേഴ്സ് ആണ് കേട്ടോ. 6 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ് 6 ഫാക്ടേഴ്സ്? ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഏതൊക്കെയാണെന്ന്? സൈസ് അല്ലെ, വലുപ്പം. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ലെവൽ ഓഫ് കെയർ. അതാണ് ലെവൽ ഓഫ് കെയർ അഥവാ പരിചരണത്തിന്റെ നിലവാരം. അടുത്തത് എന്താണ്? അതിലെ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, ക്ലാസ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ, ശ്രദ്ധിക്കാം. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് പരമാവധി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഓൺ ടൈമിൽ കയറാൻ നോക്കണം കേട്ടോ. അല്ലാതെ കയറുന്ന ആൾക്കാർ കുഴപ്പമില്ല, അവര് എന്താണോ കേൾക്കുന്നത് അവിടെ തൊട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ഞാൻ എന്തായാലും ലാസ്റ്റ് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് ഒന്നുകൂടെ ഞാനത് കൺക്ലൂഡ് ചെയ്ത് പറയും കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് കുറെ കൂടെ ഉപകാരപ്പെടുന്നത്. ശരി, ഓക്കെ, പറയാട്ടോ, ഒന്നുകൂടെ പറയാട്ടോ. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ എന്താണ്? ഫസ്റ്റ് സൈസ്. അതായത് വേറൊന്നുമില്ലാതിര നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ചില ഫാക്ടേഴ്സിന്, ചില ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ തരംതിരിക്കുന്നത്. ആ ഒരു ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ ഫാക്ടറാണ് സൈസ്, എന്താണ്? വലിപ്പം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? ലെവൽ ഓഫ് കെയർ അഥവാ പരിചരണത്തിന്റെ നിലവാരം. പരിചരണത്തിന്റെ നിലവാരം. ആൻഡ് തേർഡ് വൺ എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അല്ലെ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് പരിചരണമുണ്ട് അല്ലെ, സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ട്. അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? അതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ആൻഡ് ഫോർത്ത് വൺ എന്താണ്? ഓണർഷിപ്പ് അല്ലെ, ഉടമസ്ഥ അവകാശം. ആൻഡ് ഫിഫ്ത്ത് വൺ എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് ചികിത്സാ രീതി, ചികിത്സാ സമ്പ്രദായം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട് അല്ലെ, ഇതൊക്കെ ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ. ലെങ്ത് ഓഫ് സ്റ്റേ താമസത്തിന്റെ ദൈർഘ്യമാണ്. ആദ്യ താമസത്തിന്റെ ദൈർഘ്യമാണ് പേഷ്യന്റിന്റെ അല്ലെ. രോഗി അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് എത്ര നാൾ ഒരു ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടും നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഇവ ഓരോന്നും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ക്ലിയർ ഞാൻ ഇല്ലെങ്കിൽ പറയണോ കേട്ടോ. കാര്യം എനിക്കറിയില്ല, നമ്മള് എന്താ പറയുക, ഓഫ്ലൈൻ അല്ലല്ലോ, അപ്പൊ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് അല്ലാണ്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടായിരിക്കും ഓക്കെ മനസ്സിലാവും, ഫീഡ്ബാക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്താലേ പറ്റുള്ളൂ. സ്പീഡൊക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണോ കേട്ടോ, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. ശരി എന്നാ. അപ്പൊ നമ്മള് അതിനാദ്യത്തെ ഫാക്ടർ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? സൈസ് അല്ലെ, വലുപ്പം. ഓക്കെ, അപ്പൊ എന്താണ് വലുപ്പം? അതിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സൈസ് എന്ന് പറയുമ്പോൾ വലുപ്പം, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ കെട്ടിടത്തിന്റെ വലുപ്പമാണോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള വലുപ്പമാണോ, അതൊന്നും അല്ലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യമാണ്, അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സൈസ് വായിക്കാം. The size of a hospital is generally measured by the number of inpatient beds it offers. നോട്ട് ചെയ്ത് വെക്കണോ കേട്ടോ, അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ് ആണ്. എന്താണ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ്. എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൻപേഷ്യന്റ്? അതായത് ഹോസ്പിറ്റലില് കിടന്ന് ചികിത്സിക്കുന്ന രോഗികൾ അല്ലെ, ഇൻപേഷ്യന്റ്. എന്താണ് സമീറ? എന്നിട്ട് ഫാക്ടേഴ്സ് അല്ലെ, അതായത് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, തരംതിരിക്കുന്നത് ചില ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, ആ ഘടകങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിലൊന്നാമത്തെ ഫാക്ടറാണ് സൈസ്. ഓക്കെ, അപ്പൊ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അതാണ് നമ്മൾ പറയുന്നത്
കേട്ടോ. ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ദാറ്റ് ഹോസ്പിറ്റൽ ഓഫർ. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്ന ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണമാണ്, അതിന്റെ നമ്പറാണ് ഇതെന്ന് പറയുന്നത് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ കിടപ്പ് രോഗികൾ അല്ലെ. അതായത് കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കിടന്ന് ചികിത്സിക്കുന്ന രോഗികളുണ്ടായിരിക്കും കേട്ടോ. അവരെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യൻസ് എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് വല്ല പനിയോ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണും അല്ലെ, എന്നിട്ട് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചെങ്ങോട്ട് പോകും, വീട്ടിലോട്ട് പോകും. അപ്പൊ നമ്മളൊക്കെ അവിടെ എന്തായിട്ടാണ് പോകുന്നത്? ഔട്ട് പേഷ്യൻസ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, OP ആയിട്ടാണ് പോകുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ കിടന്ന് ചികിത്സിക്കുന്ന അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ എത്രത്തോളം ഇൻപേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, അത്രയും ബെഡ്സ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു നമ്പറിനെയാണ് നമ്മളിവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ ആ ഒരു സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയാണ് 3 ഒന്ന് സ്മോൾ ഹോസ്പിറ്റൽസ്, സെക്കൻഡ് വൺ എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്, ആൻഡ് തേർഡ് വൺ എന്താണ് ലാർജ് ഹോസ്പിറ്റൽസ്. മനസ്സിലായോ? ഇനി ഓരോന്ന് എന്താന്നുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് സ്മോൾ ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, ആ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ദാറ്റ് എന്താണ് മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫർ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അപ്പൊ ആ ഒരു സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞത് സ്മോൾ ഹോസ്പിറ്റൽ ആണ്. അപ്പൊ എന്താണ് സ്മോൾ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം കേട്ടോ. Small hospital. The hospital with approximately 30 or less beds are generally recognized as a small hospital. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്? അതായത് 30, നമ്മള് സൈസ് പറഞ്ഞ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ, പേഷ്യന്റ് ബെഡിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അത്തരത്തില് 30 അതിൽ താഴെയോ ബെഡ്സുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 30 or less than 30. ഓക്കെ, 30 30ൽ കുറവോ ഉള്ള ബെഡ്സുകളുള്ള ഇൻപേഷ്യന്റ് ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്. ദെൻ അടുത്ത സെന്റൻസ് എന്താണ് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ദ ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ദ ഹൈലി എൻഡ് കെയർ അല്ലെ. അതായത് സ്മോൾ ഹോസ്പിറ്റൽ പേര് പോലെ തന്നെ എന്താണ്, വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വേറൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ലേ, പ്രൈമറി ഹെൽത്ത് സെന്റർ നമ്മുടെ ഓരോ വാർഡിലും ഉണ്ടായിരിക്കും അല്ലെ. അതിൽ പോവാത്തവരായിട്ട് ചുരുക്കം അല്ലെ മിക്കവരും പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടായിരിക്കും. അതിനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അതെങ്ങനെയാണ്? ഒരു സ്മോൾ ഹോസ്പിറ്റൽ പോലെയാണ് അല്ലെ, അതിന് മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടോ. അത്തരത്തില് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അതേ ക്ലിനിക്കും അതിൽ ഉൾപ്പെടും കേട്ടോ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയാൻ അവിടെ വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവുള്ളൂ അല്ലെ, വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളെ ഉണ്ടാകുള്ളൂ.
ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ എൻഡ് കെയർ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അവർ എത്രയുള്ള റിസോഴ്സസ് അവരുടെ പക്കല് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്, എസ്പെഷ്യലി ഇൻ ദ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. നമ്മളുടെ എന്താണ് ഇന്ത്യയിൽ അല്ലെ പ്രധാനമായിട്ടും കൂടുതലും ഉള്ളത് ഏത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആണ്, സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. പ്രത്യേകിച്ച് എവിടെയാണ്, സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലെ, ഗ്രാമീണ പ്രദേശങ്ങൾ. സബർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയോണ്ട് ദ ബോർഡർ ഓഫ് സിറ്റി അല്ലെ, സിറ്റിയുടെ ബോർഡറിന് അപ്പുറത്തേക്കുള്ള സബർബൻ ഏരിയാസിലും അതുപോലെ ഗ്രാമീണ പ്രദേശങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ കൂടുതലും അത്തരം സ്ഥലങ്ങളിലൊക്കെ മെജോറിറ്റി ഏത് ഹോസ്പിറ്റലാണ് ഇന്ത്യയിലുള്ളത്, സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത്. പിന്നെന്താണ്, ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ to outsource the various services such as laboratory, radiology and pharmacy. അപ്പൊ പ്രധാനമായിട്ടും ഇത്തരം ഹോസ്പിറ്റലിൽ എന്തുള്ളൂ, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ളൂ അല്ലെ, പരിമിതമായിട്ടുള്ള വിഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പുറത്തേക്ക് നമ്മൾ എഴുതി കൊടുക്കും അല്ലെ. എങ്ങനെയുള്ള കാര്യങ്ങളാണ്, ടു ഔട്ട്സോഴ്സ് ദ വാരിയസ് സർവീസസ് ലൈക്ക് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി അല്ലെ. ഒരു ഫാർമസി സംബന്ധമായ റേഡിയോളജി അല്ലെങ്കിൽ ലാബ് അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഈ സ്മോൾ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. സാധാരണ ഇപ്പൊ ഏത് സ്മോൾ ഹോസ്പിറ്റൽ അത്യാവശ്യം ഫാർമസി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ അല്ലെങ്കിൽ പറയാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാൻ പറയും, ഒരു CT അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് അവിടെ എന്തുണ്ടാവില്ല, ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയുള്ള സേവനങ്ങൾ ലഭിക്കുക പുറത്തെവിടെയെങ്കിലും അത് എഴുതി തരും അല്ലെ. അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാനത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഔട്ട്സോഴ്സ് ദ സർവീസസ് ആയിട്ട് ലാബ്, ഫാർമസി അതുപോലെ തന്നെ റേഡിയോളജി. പിന്നെ അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്, എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ്. സാധാരണയായിട്ട് ഈ പറയുന്ന എമർജൻസി കെയർ അല്ലെ, തീവ്ര പരിചരണ പരിചരണം അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ അല്ലെ, അടിയന്തര പരിചരണം, അങ്ങനെയുള്ള ചില സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് അതെല്ലാം തന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും അറ്റ് വെരി ബേസിക് ലെവൽ അല്ലെ, ഏറ്റവും അടിസ്ഥാന തലത്തിലായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് അതിനകത്ത് പറഞ്ഞത്, ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ബെഡ്സ് ആണ് അല്ലെ പറഞ്ഞത്. എത്രയാണ് പറഞ്ഞത്, 30 or less than 30. നിങ്ങൾ പോയിന്റ്സ് മാത്രം ഓർത്താൽ മതി കേട്ടോ. എന്താണ് പോയിന്റ്സ് എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് നമ്പർ ഓഫ് ബെഡ്സ് എന്ന് പറഞ്ഞത് 30 or less than 30 ആയിരുന്നു. പിന്നെ നമ്മൾ എന്താണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്, ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെ, വളരെ കുറവ് മാത്രം വിഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത് ഒരു പോയിന്റ് പറയാം, ദേ ഡു നോട്ട് ഓഫർ ദ ഹൈ എൻഡ് കെയർ. കാര്യം എന്താ, ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ഹൈ എൻഡ് കെയർ കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും സാധിക്കില്ല. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, ദേ ഔട്ട്സോഴ്സ് ദ സർവീസസ് ലൈക്ക് ഫാർമസി, റേഡിയോളജി അതുപോലെ തന്നെ ലബോറട്ടറി അല്ലെ. ലാബ് അല്ലെങ്കിൽ ഫാർമസി, റേഡിയോളജി പോലെയുള്ള സേവനങ്ങളെല്ലാം തന്നെ അവർ എന്ത് ചെയ്യാണ്, ഔട്ട്സോഴ്സ് ചെയ്യാണ്. പറഞ്ഞ മോസ്റ്റ് ഓഫ് ദ സർവീസസ് അവർ എന്ത് ചെയ്യാണ്, ഔട്ട്സോഴ്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്, എമർജൻസി കെയർ അഥവാ ഇന്റൻസീവ് കെയർ അറ്റ് വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ് അല്ലെ. തീവ്ര പരിചരണം അല്ലെങ്കിൽ അടിയന്തര പരിചരണങ്ങളെല്ലാം തന്നെ ഏറ്റവും അടിസ്ഥാന തലത്തിലായിരിക്കും എവിടെ ഉണ്ടായിരിക്കാം, ഒരു സ്മോൾ ഹോസ്പിറ്റലിനായിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പോയിന്റ് പറഞ്ഞു, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ എന്താണ്, സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. 6 പോയിന്റ്സ് ആണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്, ക്ലിയർ ആകേണ്ട ഞാൻ പറയുന്നത്. ഓക്കെ ആണെല്ലാം, പ്രശ്നമില്ലല്ലോ. ശരി, ഓക്കെ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയ പോലെ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഭാഗം നോക്കാം. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഇതാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടില്ല, മിഡ് ആണ് അല്ലെ, മിഡിലിൽ നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാല് സ്മോൾ ഹോസ്പിറ്റലും ലാർജ് ഹോസ്പിറ്റലും ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് അല്ലെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിന്റ്സ് പറയുമ്പോൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പറയാനായിട്ട് അല്ലെ. സ്മോൾ ഹോസ്പിറ്റൽ, ഇപ്പുറത്ത് നിൽക്കുന്ന സ്മോൾ ഹോസ്പിറ്റലിനും അപ്പുറത്ത് നിൽക്കുന്ന ലാർജിന്റെ ഇടയിൽ നിൽക്കുന്ന ആളാണല്ലോ, അവരുടെ അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മളിവിടെ പോയിന്റ്സ് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല്
typically having 30 to 100 beds. നോട്ട് ചെയ്യാം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു? 30 or less than 30 ആയിരുന്നു. മിഡ് സൈസിൽ വരുമ്പോൾ എത്രയാണ് പറയുന്നത്? 30 to 100 ബെഡ്സ് അല്ലെ, 30 തൊട്ട് 100 വരെയുള്ള ഇൻപേഷ്യന്റ് ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദേ ആർ ആൾസോ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. അതും സ്മോൾ ഹോസ്പിറ്റൽ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ദേ ഹാവ് more resource than small hospitals and are better equipped to provide the complex services. However, they are not so comprehensive as large hospitals. അപ്പൊ അവിടെ ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണ് അവർ പറയുന്നത് അല്ലെ. അതെങ്ങനെയാണ് അവരുടെ ആ ഒരു റിസോഴ്സ് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റലിനകത്ത് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ പറയണം? മോർ റിസോഴ്സ് ദാൻ അല്ലെ, മോർ റിസോഴ്സ് ദാൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്നല്ലാട്ടോ, ദാൻ ആണ്, THE എന്നാണ് എഴുതി ചെയ്ത് വിട്ടത് കേട്ടോ. എഴുതിക്കോണേ, ദാൻ ആണ് കേട്ടോ. അപ്പോ നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ മോർ റിസോഴ്സ് ആണ് അല്ലെ, കുറച്ചും കൂടെ കൂടിയ റിസോഴ്സ് ആണ് ഉള്ളത്. അതേസമയം എന്തുമല്ല, ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും സമഗ്രമായിട്ടുള്ളതും അല്ല. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നമ്മൾ ആ ഒരു പോയിന്റ് പറയുന്നത്. However, they okay അത് വായിച്ചു അല്ലെ. They are not so comprehensive as large hospital. പിന്നെ അതുകൊണ്ട് തന്നെ they generally offer the reasonable level of emergency and intensive care അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു റീസണബിൾ ലെവൽ, ഒരു മിതമായ നിലവാരത്തിൽ തന്നെ അവർക്ക് എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെ എങ്ങനെയായിരുന്നു? അറ്റ് വെരി ബേസിക് ലെവലായിരുന്നു അല്ലെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ റിസോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു റീസണബിൾ ലെവൽ ഓഫ് ഇന്റൻസീവ് കെയർ ആൻഡ് എമർജൻസി കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ് നമ്മൾ പറയുന്നത്? ആൻഡ് ഇറ്റ് വിൽ ഹാവ് ദ മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് സച്ച് ആസ് ഡയഗ്നോസ്റ്റിക്സ് ആസ് ഇൻ ഹൗസ് സർവീസ്. അതായത് ഡയഗ്നോസ്റ്റിക് പോലെയുള്ള അല്ലെ, രോഗനിർണയം പോലെയുള്ള ക്ലിനിക്കൽ സേവനങ്ങളെല്ലാം തന്നെ അവർക്ക് എന്തായി കൊടുക്കാം? ഇൻ ഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കാം. ഇൻ ഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഹൗസ് ആണ് അല്ലെ. അതായത് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ അത്തരം സേവനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതേസമയം എന്താണ് അവർ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്? എന്ത് കാര്യങ്ങളാണ്? നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സ്ട്രാ ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അതാണ് അവിടുത്തെ വ്യത്യാസം. മനസ്സിലായോ? ക്ലിനിക്കൽ സർവീസ് അതായത് ഡയഗ്നോസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ ലാബ് പോലെയുള്ള ഫാർമസി പോലെയുള്ള ക്ലിനിക്കൽ സേവനങ്ങളെല്ലാം തന്നെ അവർ ഇൻ ഹൗസ് സർവീസ് ആയിട്ട് തന്നെ. അതേസമയം നമ്മുടെ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ലോണ്ടറി, നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന വസ്ത്രങ്ങൾ ചില ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് അല്ലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത്തരത്തില് ലോണ്ടറി അല്ലെ, ലോണ്ടറി മീൻസ് വേറെ അലക്കുന്ന ബെഡ്ഷീറ്റ്സുകൾ, പില്ലോ കവറുകൾ അലക്കുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ലോണ്ടറി. പിന്നെ ഫുഡ് സർവീസ് അല്ലെ, ചിലപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഹൗസ് കീപ്പിംഗ്, അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസസ് ഒക്കെ മാത്രമാണ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കാം. എന്താണ് നമ്മൾ മിഡ് സൈസിൽ പറഞ്ഞത്? നമ്മൾ സ്മോൾ നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ, അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് വേണം നമ്മളിവിടെ പഠിക്കാനായിട്ട്. അപ്പൊ പോയിന്റ്സ് ഒന്ന് പറഞ്ഞ്, അവിടെ എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്? നമ്പർ ഓഫ് ബെഡ്സ് ലെസ് ദാൻ 30. ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാണ്? 30 to 100 ബെഡ്സ്. ക്ലിയർ ആണല്ലോ? പിന്നെ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ലിമിറ്റഡ് റിസോഴ്സ് ആണ് അല്ലെ, പരിമിതമായിട്ടുള്ള വിഭവങ്ങളുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് വേണം പറയാൻ അല്ലെ. മോർ റിസോഴ്സ് ദാൻ ദ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. ആ മിഡാണ് അല്ലെ, ഇടയിലാണ് അത് കിടക്കുന്നത്. അപ്പോ ഇവര് അവിടെ എന്തായിരുന്നു? ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ they will not offer the high end care. പക്ഷെ ഇവർക്ക് കുറച്ചും കൂടെ റിസോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു റീസണബിൾ ലെവൽ ഓഫ് എൻഡ് കെയർ ആർക്ക് കൊടുക്കാൻ സാധിക്കും? പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെ നമ്മൾ എന്ത് പോയിന്റാ പറഞ്ഞത്? അവിടെ എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ എല്ലാം വെരി ബേസിക് ലെവൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ ആണ് അല്ലെ. അതല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ. പിന്നെ അവിടെ എന്താണ്? ഒരുവിധം മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സർവീസ് എല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്ലിനിക്കൽ സർവീസസ് എല്ലാം തന്നെ they provided as ഇൻ ഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കുന്നു. അതേസമയം നോൺ ക്ലിനിക്കൽ സർവീസസ് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാർജ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ലാർജ് ഹോസ്പിറ്റൽ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ്, മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽസ്. അപ്പൊ എന്താണ് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല്? നമ്പർ ഓഫ് എന്താണ് ബിന്ദു? സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ട് അല്ലെ. ശരി ശരി, കുറയ്ക്കാട്ടോ.
എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജസ്റ്റ് ഹോസ്പിറ്റൽസ് അല്ലെ. അതായത് 100ൽ കൂടുതൽ ബെഡ്സുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്താണ്? വെരി ഓഫൺ these hospitals offer multiple speciality and super speciality services. അപ്പോൾ ഇത്തരം ഹോസ്പിറ്റലുകൾ എന്ന് പറയാൻ എങ്ങനെയുള്ളതായിരിക്കും? നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളായിരിക്കും ഇത്തരം ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ നൽകുന്നത്. ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് plentiful resources. പോയിന്റ് ആണ് കേട്ടോ, plentiful resources അല്ലെ. ധാരാളമായിട്ട് തന്നെ അവർക്ക് എന്തുണ്ട്? റിസോഴ്സസ് ഉണ്ട്. ടു ഹാൻഡിൽ ദ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ ഒരുപാട് ധാരാളമായിട്ട് റിസോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പേഷ്യൻസിനെ അല്ലെങ്കിൽ കുറെ കൂടി സങ്കീർണമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. They typically have completely developed ICU, operation theatre complex, emergency care units, and all other clinical support units such as laboratory, രണ്ട് ലബോറട്ടറി എഴുതിയിട്ടുണ്ട് മതി, ലബോറട്ടറി ആൻഡ് റേഡിയോളജി. അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് വളരെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ICU, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഈ പറയുന്ന എല്ലാവിധ ക്ലിനിക്കൽ സർവീസസും നോൺ ക്ലിനിക്കൽ സർവീസസ് എല്ലാം തന്നെ എവിടെ ലഭിക്കും? ആ ഒരു ഹോസ്പിറ്റലിനകത്ത് നമുക്ക് ലഭിക്കും. ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല? ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ രാജഗിരി ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആസ്ട്ര മെഡിസിറ്റി പോലെയുള്ള ഹോസ്പിറ്റലൊക്കെ എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് അല്ലെ. അതായത് അവിടെ ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണലി ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും അല്ലെ. ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പൾമനോളജി ഉണ്ടാവും, നെഫ്രോളജി ഉണ്ടാവും, യൂറോളജി ഉണ്ടാവും. അങ്ങനെ ധാരാളം ഡിപ്പാർട്ട്മെന്റുകളും അവിടെ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്ന അത്തരം ഹോസ്പിറ്റലിനെയാണ് നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ. ഇനി എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ? സൂപ്പർ അല്ലെ, സൂപ്പർ ആണ് ചില പ്രത്യേക കാര്യങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്റർ അല്ലെ, തിരുവനന്തപുരത്തുള്ള RCC. അതെന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിന് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. പക്ഷെ എന്താണ്? ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ അത് പല ടൈപ്പ് ഓഫ് ക്യാൻസർ ഉണ്ട് അല്ലെ. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ലുക്കീമിയ ഉണ്ട്, അല്ലെങ്കിൽ ലൈൻ ക്യാൻസർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാൻസറുകളുണ്ട് അല്ലെ. അപ്പൊ ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ സ്പെഷ്യൽ കെയർ കൊടുത്തുകൊണ്ട് അതിന് സബായിട്ട് പല പല എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? RCC എന്ന് പറയുമ്പോൾ ക്യാൻസർ ആണല്ലോ, അവിടെ പ്രധാനമായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് അല്ലെ. ക്യാൻസറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പല പല ക്യാൻസർ ഉണ്ട്. അപ്പൊ അതിന്റെ സബായിട്ട് തന്നെ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് അതിനകത്തുണ്ടായിരിക്കും. ലുക്കീമിയ അല്ലെ, ബ്ലഡ് ക്യാൻസർ അതിന് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ബ്ലഡ് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ടാവും. ലങ് ക്യാൻസർ അല്ലെ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന പ്രത്യേക വിഭാഗം. അപ്പൊ ഒരു മെയിൻ സ്പെഷ്യൽ കെയറിന് സബായിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സുകൾ വരുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെയാണ് എവിടെ കൊടുക്കുന്നത്? ലാർജ് ഹോസ്പിറ്റൽസിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതെ അതെ അതെ, ലിസി അങ്ങനെയാണ് കേട്ടോ. ലിസി ശരിക്കും ഹാർട്ടിനൊക്കെ ആയിരുന്നു പ്രാധാന്യം. ഇപ്പൊ ഏകദേശം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ അല്ലേ പറഞ്ഞത്? സൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഫാക്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ദ ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് ദാറ്റ് എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണത്? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽസ്. ഇനി നമ്മൾ പോയിന്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ നമ്പർ ഓഫ് ബെഡ്സ് 30 or less than 30. മിഡ് ആകുമ്പോഴോ 30 to 100. ഈ ലാർജ് ആകുമ്പോഴോ മോർ ദാൻ 100. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ എങ്ങനെയായിരുന്നു? സ്മോള് ലിമിറ്റഡ് റിസോഴ്സസ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് വേണം പറയാൻ അല്ലെ. മോർ റിസോഴ്സ് ദാൻ ദ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. ലാർജ് ആകുമ്പോൾ എങ്ങനെയാണ്? പ്ലെന്റിഫുൾ റിസോഴ്സസ് ആണ് അവിടുത്തെ പോയിന്റ് അല്ലെ. ധാരാളം റിസോഴ്സസ് ഉണ്ട്. ഇനി അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാം. സ്മോൾ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിന് റിസോഴ്സസ് കുറവായതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഓഫർ ദ ഹൈ എൻഡ് കെയർ. പക്ഷെ മിഡ് സൈസിലോട്ട് വരുമ്പോഴോ ദേ ക്യാൻ ഓഫർ ദ റീസണബിൾ ലെവൽ ഓഫ് കെയർ അല്ലെ, പേഷ്യൻസിന് ഒരു റീസണബിൾ ലെവൽ ഓഫ് കെയർ കൊടുക്കാം. അതേസമയം നമ്മൾ ലാർജിലോട്ട് വരുമ്പോഴാണെങ്കിലോ ദേ ഓഫർ ദ ഹൈ എൻഡ് കെയർ അല്ലെ, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, സ്മോൾ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ എല്ലാം തന്നെ അറ്റ് വെരി ബേസിക് ലെവലിലായിരിക്കും. അതേസമയം മിഡിലോട്ട് വരുമ്പോഴെങ്ങനെയാണ്, ഈ പറയുന്നത് എല്ലാം തന്നെ ഒരു റീസണബിൾ ലെവലായിരിക്കും അല്ലെ. എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ റീസണബിൾ ലെവലിലായിരിക്കും. ഈ ലാർജിൽ വരുമ്പോഴെങ്ങനെയായിരിക്കും, ഹൈ ലെവലിലായിരിക്കും അല്ലെ. അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡിലായിരിക്കും ഈ പറയുന്ന ഇന്റൻസീവ് കെയറും അതുപോലെ തന്നെ എമർജൻസി കെയറും. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്, ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. സ്മോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ സർവീസസ് ആർ ഔട്ട്സോഴ്സ് ചെയ്യാനാണ് അല്ലെ, പുറത്തേക്ക് എഴുതാണ്. അതേസമയം മിഡിലോട്ട് വരുമ്പോൾ എന്താ പ്രത്യേകത, ക്ലിനിക്കൽ സർവീസസ് എല്ലാം തന്നെ പ്രൊവൈഡഡ് ആസ് ദ ഇൻഹൗസ് സർവീസ്. ബട്ട് എന്താണ്, നോൺ ക്ലിനിക്കൽ സർവീസസ് മാത്രമാണ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ലാർജിലോട്ട് വരുമ്പോഴെന്താണ്, ഒരുവിധം എല്ലാ ക്ലിനിക്കൽ സർവീസസ്, ഓൾ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് ദ ഇൻഹൗസ് സർവീസ് അല്ലെ. അവിടെ എല്ലാം തന്നെ എന്താണ്, അവിടെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും പോയിന്റ്സ് മാത്രം നിങ്ങൾ അതിനകത്ത് പഠിക്കാനുള്ളൂ. ഇതിന് വിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് വരില്ല കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, മനസ്സിലാവേ. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമുക്ക് അടുത്ത ഫാക്ടറും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അടുത്ത ഫാക്ടർ, ഇതൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്തതാണ്, നെക്സ്റ്റ് വരുന്നതാണ് ലെവൽ ഓഫ് കെയർ അല്ലെ. രണ്ടാമത്തെ ഫാക്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്, ലെവൽ ഓഫ് കെയർ അല്ലെ. പരിചരണത്തിന്റെ നിലവാരം, എത്ര നിലവാരത്തില്, എത്ര അളവില് നമുക്കൊരു പേഷ്യന്റിന് പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കും. അത് അവരുടെ ഫെസിലിറ്റീസിനനുസരിച്ചിരിക്കും അല്ലെ. ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയൊരു പരിചരണം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുമോ? ഇല്ല. കാര്യം എന്താ, ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം? സിമ്പിൾ ആണ്. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡ് വൺ സെക്കൻഡറി കെയർ ആൻഡ് തേർഡ് വൺ എന്താണ്, ടെർഷ്യറി കെയർ. അതായത് പ്രാഥമിക പരിചരണം, ദ്വിതീയ പരിചരണം, തൃതീയ പരിചരണം എന്ന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തേ. അതുപോലെ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണിത്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ലാസ്റ്റ് ടെർഷ്യറി കെയർ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് പഠിക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ദ ഹോസ്പിറ്റൽ ഇസ് ലെവൽ ഓഫ് കെയർ വിച്ച് ആർ ബേസിക്കലി 3: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. അതിൽ ആദ്യത്തെ ആളെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ആളാരാണ്? പ്രൈമറി കെയർ അല്ലെ, പ്രാഥമിക പരിചരണം. നമുക്ക് വായിക്കാം. ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ, അതാണ് കേട്ടോ അടുത്ത പോയിന്റ്. ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് ദ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, medicine for the simple ailment or seasonal infections, normal deliveries, etc. Ailment എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രോഗം എന്നാണ് കേട്ടോ. അസുഖം അല്ലെങ്കിൽ രോഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിസീസ് എന്ന് പറയില്ല, അത് തന്നെയാണ് കേട്ടോ. അതായത് ഇത്തരം ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന രീതിയിലുള്ള ഒരു പരിചരണമാണ് കൊടുക്കുന്നത്. ഒന്നും വിചാരിക്കേണ്ട, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലേ, അത് തന്നെയാണ് അതിന് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും അല്ലെ. നമുക്ക് കുട്ടികൾക്കുള്ള വാക്സിനേഷൻസ് എല്ലാം തന്നെ സൗജന്യമായിട്ട് എവിടെ ലഭ്യമാകുന്നുണ്ട്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകുന്നുണ്ട്. ആ കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മുടെ ആശാവർക്കറെ വിളിച്ച് പറയും അല്ലെ. അതനുസരിച്ച് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതെ ഹെൽത്ത് സെന്റർ വാക്സിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, ചെറിയ ചില അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, അതാണ് മെഡിസിൻ ഫോർ ദ സിമ്പിൾ അലൈൻമെന്റ് ഓഫ് സീസണൽ ഇൻഫെക്ഷൻ അല്ലെ. സീസണൽ ഇൻഫെക്ഷൻ ഏതൊക്കെ നമുക്ക് വരുന്ന, പനി, ചുമ, അതൊക്കെ നമുക്ക് ഒരു സീസണിൽ വരും അല്ലെ, ഒരു സമയത്ത് വരും. അങ്ങനെയുള്ള അതുപോലെ നോർമൽ ഡെലിവറീസ് കൂടെ പറയുന്നുണ്ട്, സുഖപ്രസവം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇപ്പൊ നോർമൽ ഡെലിവറി ഒക്കെ വല്ല ഹെൽത്ത് സെന്ററിൽ നടക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്തില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏത് ഡെലിവറി ആയാലും, നോർമൽ ആയാലും സിസേറിയൻ ആയാലും, ഇപ്പോഴും എന്താണ് നല്ല നല്ല ഹോസ്പിറ്റലിൽ പോയി തന്നെയാണ് എല്ലാവരും
ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അല്ലെ. ആരും അതിലധികം റിസ്ക് ഒന്നും എടുക്കാനായിട്ട് പോകാറില്ല. പക്ഷെ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു, സുഖപ്രസവമാണ്, വേറെ റിസ്കുകളൊന്നും അതിനകത്ത് വരുന്നില്ല. പ്ലാസിന്റെ കട്ട് ചെയ്യേണ്ട റിസ്ക് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം തന്നെ ഇത്തരം, അതൊക്കെ ബേസിക് മെഡിക്കൽ കെയറിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കേട്ടല്ലോ? ഓക്കെ. ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ PHC, ഷോർട്ട് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരുപാട് ഷോർട്ട് ഫോംസുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരും. PHC എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഓരോ വാർഡിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ. നമ്മൾ ഓരോന്നിനും എക്സാമ്പിൾ കാണുന്നത് ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് കേട്ടോ. ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഓരോന്നിനും എക്സാമ്പിൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ PHC ആണ്, പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. ദാറ്റ് പ്രൊവൈഡ് ദ പ്രൈമറി കെയർ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ ദ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അവിടെ വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉള്ളൂ അല്ലെ. വളരെ ചെലവും കുറവാണ് അല്ലെ. സാധാരണക്കാർക്കൊക്കെ അത്യാവശ്യം വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കും. വലിയ വലിയ മരുന്നുകളല്ല, എങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകളും വാക്സിനേഷൻസും ഒക്കെ അവിടെ അവൈലബിൾ ആണ് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രൈമറി കെയർ. നമ്മൾ ഓർക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ, അതിനെയാണ് നമ്മൾ പ്രൈമറി കെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത്. നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡറി കെയർ അഥവാ ദ്വിതീയ പരിചരണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ ദ, നമ്മൾ പറഞ്ഞു മിഡ് സൈസിൽ ഹോസ്പിറ്റൽ പഠിച്ചിട്ട് നമ്മൾ സ്മോളുമായിട്ട് കമ്പയർ ചെയ്തല്ലേ പറഞ്ഞത്. ഇതുപോലെ സെക്കൻഡറി കെയർ പറയുമ്പോൾ നമ്മൾ പ്രൈമറി കെയറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ ദ മെഡിക്കൽ കെയർ വിച്ച് ഈസ് വൺ ലെവൽ ഹയർ, അതാണ് വൺ ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ. ഓക്കെ, പ്രൈമറി കെയറിനേക്കാളും ഒരു പടി മുന്നിൽ കെയർ കൂടുതൽ കൊടുക്കുന്ന, പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്. Such hospitals will offer the treatment such as general surgery, non-complex specialty surgeries, basic intensive care medical procedure, cesarean delivery, etc. അവിടെ എന്താണ്, കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെ. അതിന് എക്സാമ്പിൾ അവർ പറയുന്നത് ജനറൽ സർജറികള്, അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് അല്ലെ. അധികം സങ്കീർണമല്ലാത്ത സർജറി, ഇപ്പൊ ഈ പറയുന്ന പോലെ ഡെന്റൽ റിസ്റ്റോറേഷൻ, ഈ പല്ലിനൊക്കെ ചെയ്യുന്ന ചില സർജറികൾ, അതുപോലെ നമ്മുടെ കീ ഹോള് പോലുള്ളത് വലിയ റിസ്ക് ഉള്ളതൊന്നുമല്ല, അത്ര എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്. ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ, ഇപ്പൊ നമ്മള് എന്താണ് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ ലെവല് നമ്മൾ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യുക, അതൊക്കെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ അത്തരം സേവനങ്ങൾ. പിന്നെ എന്താണ് C-സെക്ഷൻ അല്ലെ, സിസേറിയൻ ഡെലിവറി, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, വീണ്ടും നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിൾ നോക്കി കാണാണ്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഥവാ CHC ആൻഡ് ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആർ കൺസിഡേർഡ് ആസ് ദ സെക്കൻഡറി കെയർ ലെവൽ ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ സെക്കൻഡറി കെയർ ലെവൽ ഓഫ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? CHC ആണ് അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ 4 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 4 പ്രൈമറി PHC ഉണ്ടല്ലോ, പ്രൈമറി ഹെൽത്ത് സെന്റർ, അത് കൂടിയതാണ് ഒരു CHC എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നമ്മുടെ താലൂക്ക് ആശുപത്രികളൊക്കെ ഇല്ലേ, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികള്, പിന്നെ ഈ പറയുന്ന CHCക്കും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനും ഇടയിൽ വരുന്ന ഹോസ്പിറ്റലാണ് സബ് ഡിസ്ട്രിക്ട് അഥവാ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു PHC എടുക്കുകയാണെങ്കിൽ ഒരു 30,000 ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞൊരു 4 to 6 ബെഡ്സ് ഒക്കെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൂടി വന്നാൽ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മളൊരു സെക്കൻഡറി കെയറിൽ മീൻസ് ഒരു CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒക്കെ ആണെങ്കിൽ ഏകദേശം അളവാണ് കേട്ടോ പറഞ്ഞ, കറക്റ്റ് ഒന്നും അല്ല, ഒരു 1,20,000 അത്രയും ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഉണ്ടായിരിക്കും. 4 PHCകൾ കൂടി ചേർന്നതാണ് കേട്ടോ ഒരു CHC
പറയുന്നത്. താലൂക്ക് ആശുപത്രികള്, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികള്, അവയുടെ ഇടയിൽ നിൽക്കുന്ന CHSCക്കും ജില്ലാ ആശുപത്രിക്കും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് സബ് ഡിസ്ട്രിക്ട് അഥവാ ഡിവിഷണൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അത്രയുണ്ട്. പിന്നെന്താണ് നമ്മൾ പറയുന്ന പോയിന്റ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ better resourced than primary hospitals and can handle a large number of emergency cases. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ആകുമ്പോൾ പ്രൈമറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി റിസോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കൂടുതൽ എമർജൻസി കേസുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. മോസ്റ്റ് ഓഫ് ദ സ്മോൾ, ഇനി നോക്കുക, ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർഡ് സെക്കൻഡ് കെയർ. നമ്മൾ നേരത്തെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചില്ലേ, അതിനകത്ത് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത്തരം ഹോസ്പിറ്റലുകൾ എല്ലാം, അതായത് സ്മോളും മിഡ് സൈസും എല്ലാം അല്ലാട്ടോ, മോസ്റ്റ് ഓഫ് തന്നെ പറഞ്ഞിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഏത് തരത്തിലുള്ള പരിചരണമാണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ പരിചരണമാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ദ്വിതീയ രീതിയിലുള്ള ദ്വിതീയ പരിചരണമാണ് കൊടുക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിന് പറയാനുള്ള പോയിന്റ് ഒന്നുമില്ല. അതായത് ഒരു നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനേക്കാളും ഒരു 1 ലെവൽ ഹയർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് സെക്കൻഡറി കെയർ. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചു വെക്കാം. CHSC, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, ഡിവിഷണൽ ഹോസ്പിറ്റൽസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് ടെർഷ്യറി കെയർ അല്ലെ, തൃതീയ പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റൽസ്. നമുക്ക് തന്നെ ഗസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ദീസ് ആർ ദ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ, മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ, ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് ടെർഷ്യറി കെയർ എന്ന് പറയുന്നത്. Generally, they offer the super specialty care which is required in the field of cardiac, neuro, nephro, ക്യാൻസർ എക്സെട്ര. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെ, അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒക്കെ എക്സാമ്പിൾ ആണ്. പ്രധാനമായിട്ട് അവർ പ്രത്യേക പരിചരണം തന്നെ ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കാർഡിയാക് ആണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ളതിന് പ്രത്യേക പരിചരണം കൊടുക്കുന്നു. ന്യൂറോ ആണെങ്കിൽ എന്താണ്, ന്യൂറോൺസ് അല്ലെ, നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിചരണം കൊടുക്കുന്നു. നെഫ്രോ എന്താണ്, നെഫ്രോ കിഡ്നി ആണ് അല്ലെ, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നു. അതുപോലെ ക്യാൻസർ അല്ലെ, ഓങ്കോളജി അല്ലെ, ക്യാൻസർ പ്രത്യേക പരിചരണമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഓരോ സ്പെഷ്യൽ ഫീൽഡിലും ഓരോ ഫീൽഡിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ എന്താണ് അഡ്വാൻസ്ഡ് കെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്തരം ഹോസ്പിറ്റലാണ് ടെർഷ്യറി കെയർ ഉദ്ദേശിക്കുന്നത്. Tertiary care hospitals will have the most advanced equipment and the doctor's level of qualification and expertise. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ടെർഷ്യറി പരിചരണം നൽകുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വളരെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് എന്തായിരിക്കും, പ്രൊഫഷണലി വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ഇനി the operation theaters and ICU of such hospitals will typically be state of art. അല്ലെ, അത്തരം ഹോസ്പിറ്റലുകളുടെ ICU അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു പ്രയോഗം ഉണ്ട് അല്ലെ, സ്റ്റേറ്റ് ഓഫ് ആർട്ട്. എന്താണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, നമ്മള് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം കേട്ടോ. വെറും നൂതനമല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയിട്ട് നമ്മൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം. അതാണ് ഇവിടെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാല് അവരുടെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ICU എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും നൂതനമായിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒരു അത്തരം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഈ ഗവൺമെന്റ് സിസ്റ്റം, നമ്മൾ വീണ്ടും ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെ എക്സാമ്പിൾ നോക്കിക്കാണാണ്. ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആണ് ടെർഷ്യറി കെയർ ലെവൽ അല്ലെ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് എക്സാം. കാരണം കോളേജ് ആണല്ലേ, മെഡിക്കൽ കോളേജ് ആണ്, ഡോക്ടേഴ്സ് ഉണ്ടാവും പഠിക്കാൻ, ഡോക്ടർ ആവാൻ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവരെ പഠിപ്പിക്കുന്ന വളരെ പ്രൊഫസേഴ്സ് അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും സേവനം അവിടെ ലഭ്യമായിരിക്കും അല്ലെ. അപ്പൊ മെഡിക്കൽ കോളേജ് ആണ് അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മൾ രണ്ടാമത് ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ടാണ് നമ്മൾ തരംതിരിച്ചത്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. പ്രൈമറി കെയർ എന്ന് പറഞ്ഞാൽ ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് PHC അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേട്ടോ.
പ്രൈമറി ഹെൽത്ത് സെന്റർ. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് സെക്കൻഡറി കെയർ ആണ്. അതായത് പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും 1 ലെവൽ ഹയർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെ നമ്മൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രികൾ, അവരുടെ 2 പേരുടെ ഇടയിൽ വരുന്ന ആളാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ അഥവാ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഓക്കെ, അത് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിക്കാണ് എക്സാമ്പിൾ വരുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്താണ്? ടെർഷ്യറി കെയർ ആണ് അല്ലെ. ഏറ്റവും ഹൈ എൻഡ് കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് പരിചരണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ നമ്മൾ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. അവിടെ എല്ലാം എന്തായിരിക്കും? നല്ല നല്ല അത്യാധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നുണ്ടാവാം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും എടുത്താൽ മതി. ഇനി ഒരെണ്ണം കൂടെ പറയണോ? കണ്ടിന്യൂ ചെയ്യണോ? എന്ത് വേണം? ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ നിങ്ങള്? ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതും കൂടെ ഒന്ന് പറയാം അല്ലെ, നമുക്ക് എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്താൽ പോരെ, അപ്പോഴേക്കും നമ്മുടെ ടൈം ആവും അല്ലെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഫാക്ടറും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതാണത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. അതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഞാൻ തുടക്കമേ പറഞ്ഞിരുന്നു, ഓരോ ഹോസ്പിറ്റലും ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യൽ കെയർ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ കാർഡിയാക്കിന് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിചരണം, ഓങ്കോളജി ആണെങ്കിൽ ക്യാൻസറിന്. അപ്പൊ ആ ഒരു എന്ത് സ്പെഷ്യൽ കെയർ ആണോ അവർ ഓഫർ ചെയ്യുന്നത്, അതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്നത് ഉദ്ദേശിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. Hospitals can also be classified on the basis of clinical speciality they offer. For example, hospitals which offer the cardiac care are classified as a cardiac hospital, which provide the cancer care are classified as a onco hospital. Similarly, okay, a hospital can offer one or more speciality, namely single speciality or multi-speciality hospital. അവിടെയാണ് നമ്മൾ പറയുന്നത് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു എന്താ പറയാ, കണ്ണാശുപത്രി എടുക്കുവാണെങ്കിൽ അവിടെ എന്താണ്, കണ്ണിന് മാത്രം ഒരു സ്പെഷ്യൽ കെയർ ആണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് സിംഗിൾ സ്പെഷ്യാലിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജഗിരി, ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ പോലെയുള്ള ഹോസ്പിറ്റൽസ്. കാരണം എന്താണ്, അവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. ഓങ്കോളജി ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, പൾമണോളജി, നെഫ്രോളജി, ന്യൂറോളജി, അങ്ങനെ ഒരുപാട് അല്ലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അവിടെ എല്ലാം എക്സ്പെർട്ട് ആയിട്ടുള്ള ഡിഫറെന്റ് ഡോക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ നമുക്ക് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും തരംതിരിക്കാം. ഇതിൽ വരുന്ന ഒരു വിഭാഗം തന്നെയാണ് ശരിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി. അത് നേരത്തെ പറഞ്ഞില്ല, RCC പോലെയുള്ളത്. അതായത് ഒരു പ്രത്യേക കാര്യത്തിന് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ട്, അതിന് സബായിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ RCC പറഞ്ഞില്ലേ, ക്യാൻസർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ക്യാൻസർ ഉണ്ട്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ, അപ്പൊ അതിന് സബായിട്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ്. അതിനെയാണ് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ രണ്ടാണ് സിംഗിൾ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? Okay. Also, depending upon the speciality that a hospital offers, the type of resources and its organization is different. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന സ്പെഷ്യാലിറ്റി ഒരു ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യാലിറ്റിനെ ആശ്രയിച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സസും ഓർഗനൈസേഷനും ഒക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ, കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് എ കാത്ത് ലാബ് ആൻഡ് എ കാർഡിയാക് ഐസിയു. ഒരു കാർഡിയാക് ഹോസ്പിറ്റലാണ്, ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? കാത്ത് ലാബ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കാർഡിയാക് ഐസിയു ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള റിസോഴ്സസ് അവർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ഹോസ്പിറ്റലും ഒരു ഓഫർ ചെയ്യുന്ന പരിചരണത്തിന് അനുസരിച്ചുകൊണ്ടാണ്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ വിഭവങ്ങളും അതിന്റെ ഓർഗനൈസേഷനും ഒക്കെ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു കത്തീറ്റർ ലാബ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കാർഡിയാക് ഐസിയു ഉണ്ടായിരിക്കണം അല്ലെ. ഇനി ഒരു ഓങ്കോളജി ഹോസ്പിറ്റൽ ആണെങ്കിലോ കാത്ത് ലാബ് എന്ന് വെച്ചാൽ കത്തീറ്റർ ലാബാണ്. നമ്മളുടെ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു റൂം ഉണ്ട് അവർക്ക്. അതിന് നമ്മൾ കാത്ത് ലാബ് എന്നാണ് ചുരുക്കി, കത്തീറ്റർ എന്നാണ്
കാത്തലാബ് എന്നാണ് അതിന് പറയുക. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഇങ്ങനെയൊക്കെ ചെയ്യും. ആ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്, അതിനെയാണ് കാത്തലാബ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ അതുപോലെ തന്നെ ഓങ്കോ ഹോസ്പിറ്റൽ ആകുമ്പോൾ ക്യാൻസറിനാണ് പ്രത്യേക പരിചരണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം, റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് വേണം അല്ലെ. ക്യാൻസർ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് റേഡിയേഷൻ അല്ലെ, റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് നിർബന്ധം. അപ്പൊ ഓരോ ഹോസ്പിറ്റലും എന്ത് കെയർ ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ചുകൊണ്ടുള്ള റിസോഴ്സസ് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ആ സെന്റൻസിന്റെ മീൻ ചെയ്യുന്നത് കേട്ടോ. ഡിപെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ദ ടൈപ്പ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഈസ് ഡിറ്റർമിൻഡ്. ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ WNT സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് ഒന്നും കൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ലേറ്റ് ആയിട്ട് കയറിയവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഇന്ന് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. അതായത് നമ്മൾ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 6 ഫാക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സൈസ്, 2 ലെവൽ ഓഫ് കെയർ, മൂന്നാമത്തത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് അടുത്തത് ഓണർഷിപ്പ് അല്ലെ, ഉടമസ്ഥാവകാശം, പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻ അഥവാ ചികിത്സാ രീതി അല്ലെ, അലോപ്പതിയാണോ ആയുർവേദമാണോ ഹോമിയോപ്പതിയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. then ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ, താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ്? പേഷ്യന്റിന്റെ കേട്ടല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫാക്ടർ എടുത്തു സൈസ്. സൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ദാറ്റ് എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 3ആയിട്ട് നമ്മൾ തരംതിരിച്ചു: സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. അവരുടെ ഓരോ പോയിന്റും നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾ വായിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ലെവൽ ഓഫ് കെയർ അല്ലെ, പരിചരണത്തിന്റെ നിലവാരത്തിനനുസരിച്ചുകൊണ്ടും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അത് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. പ്രൈമറി കെയറിന് എക്സാമ്പിൾ പ്രൈമറി ഹെൽത്ത് സെന്റർ, സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ CHC, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതായത് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിക്കാണ് എക്സാമ്പിൾ പറഞ്ഞത്. ലാർജ് ഹോസ്പിറ്റൽസിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഫാക്ടർ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2ആയിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്: സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ച ഒരു പ്രത്യേക ഒരു പോയിന്റ് ആണ്, ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന പരിചരണത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സസും ഓർഗനൈസേഷനും ഒക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിവിടെ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇങ്ങനെ പോയ പോലെ കുഴപ്പമൊന്നുമില്ലല്ലോ, സ്പീഡൊക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാല് അറിയാലോ, പല ലെവലിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. ഏറ്റവും താഴെ നിൽക്കുന്നവരെക്കും നമുക്ക് കയറി പോരാനായിട്ട് പറ്റണം കേട്ടോ. അതിന് കൂടെ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യും, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അവരെയല്ല, ഏറ്റവും താഴെ നിൽക്കുന്നവരെയും കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കുറച്ച് സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നോട്ട് റഫായിട്ട് എഴുതിക്കൊണ്ടും കൂടി ഇരിക്കുമ്പോൾ കൂടെ എത്തുന്നില്ല. സ്പീഡ് കുറയ്ക്കേട്ടാ. ഞാൻ ബേസിക്കലി തൃശ്ശൂരാണ്, എനിക്ക് പൊതുവെ സ്പീഡ് കൂടുതലാണ്. ഇവിടെ വന്നപ്പോഴാണ് അത് പറഞ്ഞത് സ്പീഡ് കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാട്ടോ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സംസാരിക്കുമ്പോൾ നല്ല സ്പീഡിലാണ് സംസാരിക്കാറ്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും. അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിക്കാട്ടോ. തീർച്ചയായിട്ടും ഞാനത് അതിനെക്കുറിച്ച് ശരി. വ്യാഴാഴ്ചയാണ്, എനിക്ക് വ്യാഴാഴ്ചയാണ് ക്ലാസ് വരുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ കാണാം. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. അതിന്റെ പിന്നാലെ താങ്ക് യു മിസ്. Thank you, Miss. താങ്ക് യു മിസ്.